ഹായ്, ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ്. മഴയാണേലും ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു അടിയന്തരമുണ്ട്, ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടം വരെ പോവുകയാണ്. അന്നേരമാണ് ഞാൻ ഓർത്തത് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമല്ലോ എന്ന്. ഇന്നലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി ഞാനും കൂടെ ഒരുപാട് നേരം സംസാരിച്ച കൂട്ടത്തിൽ നിങ്ങളോട് പറയേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നി. പുള്ളിക്കാരിയും പറഞ്ഞു, ചേച്ചി ഒരു വീഡിയോയിലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി, ഇതെല്ലാവർക്കും പ്രയോജനമുള്ളൊരു കാര്യമല്ലേ ചേച്ചി, അടുത്ത ഒരു വീഡിയോ ഇത് തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അന്നേരം മനസ്സിൽ ഉറപ്പിച്ചു, ശരിയാണല്ലോ, ഞാനിത് നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നോ. അപ്പം ഇന്ന് ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോണത്. പുള്ളിക്കാരി ഒരുപാട് വിഷമിച്ചും പ്രയാസപ്പെട്ടും എന്നെ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വന്നത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ ഓർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്കാർ തന്നെയാകും നമ്മളെ ചതിക്കുന്നത്. പുള്ളിക്കാരി അതുപോലെ വിശ്വസിച്ചൊരു കാര്യം അത്രമേ അത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞ് എന്ത് കാര്യമാണെന്ന്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറയരുത് കേട്ടോ ചേച്ചി, സ്ഥലം പറഞ്ഞു ഒരു കുഴപ്പമില്ല, എൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എൻ്റെ ഈ വീഡിയോ അവരെല്ലാവരും തന്നെ കാണുന്ന ഒരു വീഡിയോയാണ്. കറക്റ്റായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചി മനസ്സിലാകും. അതുകൊണ്ടാണ് ചേച്ചിയുടെ വീഡിയോ അങ്ങ് UK ഇരുന്ന് വരെ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. അവർക്ക് എന്നെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞു. അന്നേരം ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. എന്നാന്ന് വെച്ചാൽ വിശ്വസിച്ചൊരു കുടുംബ പ്രശ്നം പറഞ്ഞാണ്, പുള്ളിക്കാരിയുടേതായ പേഴ്സണൽ ഒരു കാര്യം. ആ ഒരു കാര്യം ഹസ്ബൻഡ് അറിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നമായി. അത് രമ്യതയിൽ എങ്ങനെയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വസിച്ച് ഈ ഫ്രണ്ടിനോട് പറഞ്ഞത്. അവരെ ഇടപെട്ട് കുളവാക്കി രണ്ട് വഴിയിലാക്കി. ഡൈവേഴ്സ് നോട്ടീസ് വന്നു എന്നും പറഞ്ഞാണ് എൻ്റെ അടുക്കൽ വന്നത്. എന്നിട്ട് എൻ്റെ അടുക്കൽ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്ന് വിളിച്ച് സംസാരിക്കണം, എൻ്റെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കണം, എനിക്ക് പുള്ളി ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾക്ക് 2 മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. മക്കളെ ഓർത്തിട്ടെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കാൻ പറയാനാണ് പറഞ്ഞത്. അപ്പം ഞാനത് ഇന്ന് വൈകിട്ട് പുള്ളീനെ സാവകാശം വിളിക്കാം എന്നാണ് ഓർത്തിരിക്കുന്നത് ഞാൻ. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിലെന്താണെന്ന് ചോദിച്ചാൽ, ആരും ദൈവത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുന്നവരല്ല. നമുക്ക് അത്യാവശ്യം ആൾക്കാരെ വിശ്വസിക്കണം. എന്ന് വെച്ച് നമുക്ക് ആരെയും വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടേതായ ചില കാര്യങ്ങൾ നമ്മളത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും നമ്മൾ ആരോടും പറയാൻ പാടില്ല. അത് നമുക്ക് തന്നെ വിനയാകും. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞു കൊടുത്തു. അവരുടെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനവും സ്വസ്ഥതയില്ല, ഈ കുടുംബ പ്രശ്നത്തിന് മുമ്പേ അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും, അതായത് നിങ്ങൾ ചെയ്യുന്ന റൊട്ടേഷനായിട്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അവരെന്നും നിലവിളക്ക് കത്തിക്കുന്ന സമയത്തേ കുളിച്ച് കയറുള്ളൂ. അത് തന്നെ ഒരു അപലക്ഷണം കെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും വിളക്ക് കത്തിക്കുന്നതിന് ഒരു 25 മിനിറ്റ് എങ്കിലും മുമ്പുണ്ടല്ലോ നമ്മൾ കുളിച്ച് കയറണം. കുളിച്ച് കയറിയതിന് ശേഷം വേണം അടിച്ച് തളിച്ച് നമ്മൾ വിളക്ക് വെക്കാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, അവരെപ്പോഴും അവരുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫോണിൽ കൂടെ ആയിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ, എപ്പോഴും അവരവരുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് അവർ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാരണവശാലും നല്ല കാര്യങ്ങളൊന്നും നമ്മൾ 7 മണിക്ക് ശേഷം, അതായത് 7 മണിന്ന് ഓർക്കുമ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തണം, രാത്രിയിൽ വിളക്ക് വെച്ചതിന് ശേഷം 7 മണിക്ക് ശേഷം കുടുംബത്തിരുന്ന് ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയാം. നിങ്ങൾ ആരോട് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കും. അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരത്തേ ഉള്ളൂ. അത് കൊള്ളത്തില്ല. ഒരു മരണകാര്യമാണെപ്പോഴും മരിച്ച ഒരു സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ കൊള്ളത്തില്ല, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ രാത്രി 7 മണിക്ക് ശേഷം കല്യാണക്കാരുമായിക്കോട്ടെ, വസ്തുവകളുടെ കാര്യമായിക്കോട്ടെ, എന്ത് നല്ല കാര്യങ്ങളും നമ്മൾ സംസാരിക്കരുത് ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണത്തെക്കുറിച്ചോ മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, രാവിലെ കഴിക്കുമ്പോഴായിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ, ഒരു സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിത് പറയാൻ പാടില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ കുടുംബത്തുണ്ടല്ലോ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വീഡിയോ വലിച്ചു നീട്ടി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഡൈനിങ് ടേബിളിൽ
ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ സന്തോഷം, അപ്പം നിങ്ങൾ അന്ന് പകൽ നടന്ന കാര്യങ്ങൾ, ഓഫീസിൽ പോയെങ്കിൽ ഓഫീസിലെ കാര്യം, കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിലോ പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിരുന്ന് സംസാരിച്ചാൽ മതി. മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു സമയം കണ്ടെത്തണം. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പം മുടി അഴിച്ചിട്ട്, കുളി കഴിഞ്ഞ് വന്ന് ഈറിനോടെ വന്ന് മുടി അഴിച്ചിട്ട് ഒരു കാരണവശാലും വിളക്ക് കത്തിക്കാൻ നിൽക്കരുത്. വിളക്കെന്നല്ല, സന്ധ്യയ്ക്ക് തിരി കത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻസ് കാണുമല്ലോ, തിരി കത്തിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ എന്താണോ ചെയ്യുന്നത്, തിരിയോ സാമ്പ്രാണി തിരിയോ എന്തും ആയിക്കോട്ടെ, അവരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, മുടി അഴിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.